ഹലോ എവരിവൺ വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ മെഡിറ്റേഷൻ്റെ രണ്ടാമത്തെ ഡേ ആണ് ഇന്ന് അല്ലേ. ഇന്നലെ നമ്മൾ മെഡിറ്റേഷൻ്റെ ഏറ്റവും ബേസിക് ലെവലായിട്ടുള്ള ബ്രീത്തിങ്, നമ്മളെ ബ്രീത്തിനെ ടച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു മെഡിറ്റേഷനാണ് ഇന്നലെ ചെയ്തിട്ടുള്ളത്. ഏറ്റവും ബേസിക് ലെവലിൽ എന്താണ് മെഡിറ്റേഷൻ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, നമ്മൾ ഒന്നും കൂടി ഫോക്കസ്ഡ് ആയിട്ട് ഒരുപാട് ചിന്തകളിൽ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടി ഷാർപ്പൺ ചെയ്തിട്ടുള്ള ഒരു ചിന്തയിലേക്കൊക്കെ മാറുക എന്ന് വേണമെങ്കിൽ പറയാം. ഷാർപ്പൺ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നതിലുപരി കുറച്ചും കൂടി ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റിൽ ഇരുന്നുകൊണ്ട് നമ്മളെ മനസ്സിൽ വരുന്ന ചിന്തകളെ നമ്മളൊരു ജസ്റ്റ് ഒരു ഒബ്സർവർ ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ രീതിയിലായിരുന്നു ഇന്നലത്തെ മെഡിറ്റേഷൻ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഡേയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള നമ്മുടെ മെഡിറ്റേഷൻ്റെ ടോപ്പിക് എന്നുള്ളത് അത് ബോഡി റിലാക്സേഷൻ മെഡിറ്റേഷൻ ആണ്. അപ്പം അതെങ്ങനെയാന്നുള്ളത് നമുക്കത് ചെയ്തുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പം അതിനുവേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാക്സിമം റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ ഇരിക്കാം. ബാക്കിയുള്ള ഡിസ്ട്രാക്ഷൻസ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം. നിങ്ങളെ കൈയൊക്കെ ഫ്രീ ആക്കിയിട്ട് ഇരിക്കാം. ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പുവരുത്താം. അതുപോലെ തന്നെ നിങ്ങളെ സ്പൈന് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിവർത്തി വെക്കാം, നട്ടെല്ല് നിവർത്തിയിരിക്കാം. ആൻഡ് സ്ലോലി നിങ്ങൾക്ക് നിങ്ങളെ കണ്ണുകൾ അടക്കാം. ക്ലോസ് യുവർ ഐസ്. ആൻഡ് ഇന്നലെ നമ്മൾ ചെയ്ത പോലെ പതിയെ നിങ്ങളെ ബ്രീത്തിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. ശ്വാസത്തിലൊരു ഒരു മാറ്റവും കൊണ്ടുവരാതെ ആ ശ്വാസത്തിന്റെ താളത്തിലേക്ക് ശ്രദ്ധിക്കാം. കറൻലി നിങ്ങളെ ബ്രീത്ത് എങ്ങനെയാണോ പോകുന്നത് അതിന്റെ റിതത്തിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. വെരി ഗുഡ്. ആൻഡ് നൗ പതിയെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഡീപ് ബ്രീത്ത് എടുക്കുക. ഓക്കെ, ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ആൻഡ് സ്ലോലി എന്ത് ചെയ്യാം, അത് നിങ്ങൾക്ക് റിലീസ് ചെയ്യാം, എക്സേൽ ചെയ്യാം. വെരി ഗുഡ്. നമ്മളെ ശ്വാസവും നമ്മളെ ഭൂമിയായിട്ട് നല്ല കണക്ഷൻ ഉണ്ട് അല്ലേ. നമ്മളെ ചുറ്റുഭാഗത്തുള്ള ജീവജാലങ്ങളൊക്കെ ആയിട്ട് നമ്മളെ ശ്വാസത്തിന് എന്തുണ്ട്, ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. അപ്പം അതെല്ലാം ഫീൽ ചെയ്തുകൊണ്ട് നമുക്കുള്ളിലെ ജീവനെ നിലനിർത്തുന്ന ഒരു എലമെന്റ് എന്നുള്ള രീതിയിൽ ഫീൽ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ശ്വാസം എടുക്കാം. വെരി ഗുഡ്. ഇനി നമ്മൾ നമ്മളെ ബോഡിയെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. കംപ്ലീറ്റ് ആയിട്ടുള്ള ബോഡി ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഇനി മുതൽ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് കറക്റ്റായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. വെരി ഗുഡ്. ആൻഡ് സ്ലോലി നിങ്ങൾക്ക് നിങ്ങളെ ശ്രദ്ധ നിങ്ങളെ കാലുകളിലേക്ക് കൊണ്ടുവരാം. നിങ്ങളെ കാലിൻ്റെ വിരലുകൾ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം. നിങ്ങളുടെ കാൽപാദം റിലാക്സ് ചെയ്യാം. നിങ്ങളുടെ കാൽമുട്ട് നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം. വെരി ഗുഡ്.
നിങ്ങളുടെ അരയുടെ ഭാഗം നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം. ആൻഡ് ഫോക്കസ് ഓൺ യുവർ ചെസ്റ്റ്. ചെസ്റ്റ് നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം. നിങ്ങളുടെ നട്ടെല്ലിൻ്റെ ഭാഗം നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം. വെരി ഗുഡ്. നിങ്ങളുടെ ഷോൾഡർ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം. കൈമുട്ട് റിലാക്സ് ചെയ്യാം. കൈയുടെ വിരലുകൾ റിലാക്സ് ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് പോകും. ആൻഡ് സ്ലോലി ഫോക്കസ് ഓൺ യുവർ ഹെഡ്. നിങ്ങളുടെ നെറ്റിത്തടം, ഫേസിലെ മസിലുകൾ റിലാക്സ് ചെയ്യാം. നിങ്ങളെ കൺപോള റിലാക്സ്ഡ് ആയിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ തലയുടെ മുകൾ ഭാഗം, പിൻഭാഗം, ചെവിയുടെ ചുറ്റുഭാഗത്തുള്ള മസിലുകൾ എല്ലാം ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് എത്തുന്നതായിട്ട് നിങ്ങൾക്കറിയാം. വെരി ഗുഡ്. വെരി ഗുഡ്. ആൻഡ് സ്ലോലി ഫോക്കസ് ഓൺ യുവർ ഇന്നർ വേൾഡ്. നിങ്ങളുടെ ഉള്ളിലെ ലോകത്തിലേക്ക് നിങ്ങൾക്ക് പതിയെ ഫോക്കസ് ചെയ്യാം. നിങ്ങളുടെ ഹൃദയം നിങ്ങൾക്ക് ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് എത്തിക്കാം. നിങ്ങളുടെ ഹൃദയം റിലാക്സ്ഡ് ആവുന്നത് നിങ്ങൾ അറിയുന്നുണ്ട്. നിങ്ങൾക്കുള്ളിലെ കരൾ റിലാക്സ്ഡ് ആവുന്നത് നിങ്ങൾ അറിയുന്നുണ്ട്. നിങ്ങൾക്കുള്ളിൽ വൃക്ക, ആമാശയം തുടങ്ങി എല്ലാ അവയവങ്ങളും ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് എത്തുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് സ്ലോലി നിങ്ങളെ ശ്രദ്ധ നമ്മൾ തുടങ്ങിയ കാലിലേക്ക് കൊണ്ടുവരാം. ഈ കാല് മുതൽ നമ്മളെ ആന്തരിക അവയവങ്ങൾ വരെയുള്ള മുഴുവൻ ഭാഗവും ഇപ്പം റിലാക്സ്ഡ് സ്റ്റേറ്റിലാണുള്ളത്. ആൻഡ് ഫോക്കസ് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്കുള്ളിൽ ടെൻഷൻ കെട്ടിക്കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാല് മുതൽ നിങ്ങൾ ആന്തരിക അവയവങ്ങൾ വരെയുള്ള സ്ഥലത്ത് എവിടെയെങ്കിലുമൊക്കെ ടെൻഷൻ കെട്ടിക്കിടക്കുന്നുണ്ടോ എന്നുള്ളത് ഒബ്സർവ് ചെയ്യാം. കാലിൻ്റെ ഭാഗത്തോ, കാൽമുട്ടുകളിലോ, നിങ്ങളുടെ അരയുടെ ഭാഗത്തോ, നിങ്ങളുടെ ചെസ്റ്റിലോ, നിങ്ങളുടെ ഷോൾഡേഴ്സിലോ, നിങ്ങളുടെ തലയുടെ മുൻഭാഗത്തോ പിൻഭാഗത്തോ, കൈകളിലോ, ഹൃദയത്തിൻ്റെ ഭാഗത്തോ, എവിടെയാണോ ആ ടെൻഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അതിൽ ഒബ്സർവ് ചെയ്യും. വെരി ഗുഡ്. എവിടെയാണോ നിങ്ങൾക്ക് ടെൻഷൻ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത്
നിങ്ങൾ എക്സേൽ ചെയ്യുന്ന സമയത്ത് ആ ടെൻഷൻ അവിടുന്ന് റിലീസ് ആവുന്നതായിട്ട് ഫീൽ ചെയ്യും. ഈ ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ എക്സേൽ ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് നിങ്ങൾക്കുള്ളിലെ എല്ലാ ടെൻഷൻസും റിലീസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. വെരി ഗുഡ്. ഇപ്പൊ നിങ്ങളെ ബോഡി കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റിലാണ്. ആൻഡ് സ്ലോലി നിങ്ങൾക്ക് നിങ്ങളെ ബോഡിയോട് എന്ത് ചെയ്യാം, പറയാം, ഞാൻ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു റിലാക്സ്ഡ് സ്റ്റേറ്റിലാണ്. ഫീൽ ദാറ്റ് കാംനെസ്. സ്ലോലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പതിയെ നിങ്ങളെ ശ്രദ്ധ നിങ്ങളെ ശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. ഫോക്കസ് ഓൺ യുവർ ബ്രീത്ത് ആൻഡ് ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട് സ്ലോലി. Take a deep breath in, breathe out slowly. Take a deep breath in, breathe out slowly. ഫുള്ളി റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു മനസ്സും ഫുള്ളി റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ശരീരവും കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാം. തിരിച്ചു വരാം. വെരി ഗുഡ്. അപ്പോൾ ഇന്നത്തെ ഡേയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നമ്മളെ ശരീരത്തിനെ ഒന്ന് റിലാക്സ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് സമയം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. നോർമലി നമുക്കറിയാം നമ്മളെ ശരീരം എന്ത് ചെയ്യുന്നുണ്ട്, മനസ്സ് സ്ട്രെസ്സൊക്കെ അതുപോലെ ടെൻഷനൊക്കെ ഉൾക്കൊള്ളുന്ന പോലെ തന്നെ നമ്മളെ ശരീരത്തിനും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ബാധിക്കുന്നുണ്ട്. അപ്പം അതുകൂടി നമ്മൾ അനലൈസ് ചെയ്തിട്ട് അതുകൂടി നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് റിമൂവ് ചെയ്യേണ്ടത് എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ ശരീരത്തിൽ എവിടെയാണോ അത് കെട്ടിക്കിടക്കുന്നത് അത് നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം പല രോഗങ്ങളായിട്ട് മാറിയിട്ട് അത് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പല പെയിനുകളും ബാക്ക് പെയിനും പല ഹെഡ് ഏക്കുകളും ഒക്കെ ആയിട്ട് അത് മാറുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളെ മനസ്സിലുള്ള ടെൻഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുന്ന പോലെ തന്നെ നമ്മളെ ബോഡിയും ഒബ്സർവ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമ്മുടെ ആവശ്യമില്ലാത്ത സ്ട്രെസ്സും ടെൻഷൻസും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അതാണ് നമ്മൾ ഇന്നത്തെ മെഡിറ്റേഷനിലൂടെ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളെ ബോഡി റിലാക്സ്ഡ് ആകുമ്പോൾ തന്നെ നമ്മളെ മൈൻഡും ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നുണ്ട്, കാമാവുന്നുണ്ട് എന്നുള്ളത്. നമ്മളെ മൈൻഡ് കാമാവുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രെസ്സ് റിഡ്യൂസ് ആവുന്നുണ്ട്. നമുക്ക് നല്ല ഉറക്കത്തിൻ്റെ നല്ല ക്വാളിറ്റി സ്ലീപ്പ് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. നമ്മൾ ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നേ തന്നെ നമ്മളെ ബോഡി കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ഒരു പാറ്റേണിൽ നമ്മൾ റിലാക്സ് ചെയ്തിട്ടാണ് ഉറങ്ങുന്നതെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉറക്കം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്.
ആൻഡ് ഓൾസോ നമ്മളെ ഹെൽത്തൊക്കെ നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുമെന്നുള്ളതാണ്. അപ്പം ഈ രീതിയിൽ നിങ്ങൾ ബോഡി റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് എത്തിക്കുന്ന സമയത്ത് നമ്മളെ ഡെയിലി ആക്ടിവിറ്റീസിൽ കുറച്ച് സമയം നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മളെ ഡെയിലി ആക്ടിവിറ്റീസ് കുറച്ചും കൂടി എനർജൈസ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഏറ്റവും സിമ്പിളായിട്ടുള്ള പ്രാക്ടീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മളെ ബോഡി നമ്മൾ കാമാക്കുന്നതിലൂടെ നമ്മളെ മൈൻഡിനെ നമുക്ക് കാമാക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളെ ബോഡി നമ്മൾ നമ്മുടെ മൈൻഡ് നമ്മളെ കാമാക്കുന്നതിലൂടെ ലൈഫ് കുറച്ചും കൂടി കാമായിട്ട് പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. ലൈഫ് കാമായിട്ട് പോകുന്നു പറഞ്ഞാൽ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ പോവും എന്നുള്ളതിലുപരി ഒരു പ്രശ്നം വരുന്ന സമയത്തും നമുക്കതിൽ കാമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നല്ല ഡെസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ന്യൂട്രലായിട്ട് കുറച്ചും കൂടി നാച്ചുറലായിട്ട് നമുക്കതിൽ നിലകൊള്ളാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡെസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. അപ്പം ഹോപ്പ് യു ആർ എൻജോയിങ് ഇറ്റ്. ഈ ഒരു സെഷൻ നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പം ഇനി ഡിസ്കസ് ചെയ്യാനുള്ള രീതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരുന്ന ഈ ഒരു ജേണിയിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള നിങ്ങളെ പരിചയത്തിലുള്ള ആളുകളൊക്കെ നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ വീഡിയോ യൂട്യൂബിൽ വാച്ച് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങളെ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളെ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആഡ് ആവാൻ പറ്റുന്നതാണ്. എല്ലാ ദിവസവും 5 മണിക്ക് നമ്മളിത് ലൈവായിട്ട് ചെയ്തു വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്ര കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നിങ്ങൾ നിങ്ങളെ ഇന്നത്തെ ഡേയിലെ വർക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഉഷാറായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ജേർണി. താങ്ക് യു സോ മച്ച്.